പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയുടെ കാർ പാർക്കിംഗ് ഏരിയയിലാണ്. ഇവിടുത്തെ പാർക്കിംഗ് പഞ്ചായത്ത് ഓരോ ആളുകൾക്ക് കരാർ കൊടുത്തിരിക്കുന്നതാണ്. കിട്ടുന്ന തുകയുടെ പകുതി പഞ്ചായത്തിനും പകുതി ഉടമസ്ഥനും. 1 കിലോമീറ്ററോളം മലയുടെ മുകളിലേക്ക് കയറണം. വെള്ളവും മറ്റും വാങ്ങി കരുതിയാണ് നടക്കാൻ തുടങ്ങേണ്ടത്. കൽപ്പറ്റയിൽ നിന്നും ഇവിടെ എത്താൻ 25 കിലോമീറ്ററും അമ്പലവയലിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് ദൂരം. കുത്തനെയുള്ള കയറ്റമാണ്. കൊച്ചുകുട്ടികളും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും സഹായമില്ലാതെ മല കയറാൻ ബുദ്ധിമുട്ടാണ്. പലരും സൈഡുകളിൽ ഇരിക്കുന്നും മറ്റുമാണ് കയറുന്നത്. ഇരു സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. പോകുന്ന വഴിയിൽ ധാരാളം കുരങ്ങുകളെ കാണാൻ കഴിയും. അവ ഉപദ്രവിക്കാതെ നോക്കണം. അമ്മയും കുഞ്ഞുമാണ്. ഒന്നിന് അമ്മയ്ക്ക് ഇഷ്ടമാകുന്നില്ല. ചാടുമ്പോൾ ചിലപ്പോൾ കൂട്ടം തെറ്റി പുറത്തു പോയതാവാം. വഴിയരികിൽ ധാരാളം കടകളുണ്ട്. അവിടെ നിന്നും പഴവർഗ്ഗങ്ങളോ സാധനങ്ങളോ വാങ്ങി കഴിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. കുരങ്ങുകൾ കൂട്ടത്തോടെ വന്ന് കയ്യിൽ പിടിക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാവസ്തു സ്ഥലങ്ങളിൽ ഒന്നാണ് ഇടയ്ക്കൽ ഗുഹ. ഇടയ്ക്കൽ എന്നാൽ ഇടയിലുള്ള കല്ല് എന്നാണ് അർത്ഥം. 3 കല്ലുകൾ ചേർന്ന് ഗുഹ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. മുകളിലെത്തുമ്പോൾ ഇരു സൈഡിലും കാപ്പിത്തോട്ടങ്ങളും മരങ്ങളും കൊണ്ട് പ്രകൃതിയ രമണീയമാണ് ഈ സ്ഥലം. ടിക്കറ്റ് കൗണ്ടർ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് തുറന്നിരിക്കുന്നത്. പ്രവേശന ടിക്കറ്റ് 30 രൂപയാണ്. ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള സ്റ്റെപ്പ് കാണണം. പലരും വഴിയിലിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഇരു സൈഡിലും പാറകളുടെ ചെറിയ വിടവിലൂടെയാണ് നടക്കേണ്ടത്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. മുകളിലോട്ട് കയറുമ്പോൾ 2 പാറകൾക്കിടയിലൂടെ ഒരാളിന് മാത്രം കയറാവുന്ന തരത്തിൽ വഴി വീതി കുറഞ്ഞിട്ടുണ്ട്. അവിടെ തിരക്കാണ്. വിദേശികളെയും കാണാം. പഠിക്കാനുമായി പ്രാചീന സംസ്കാരത്തിൻ്റെ വിസ്മയമാണ് ഈ ഗുഹ. BC 6000 മുതൽ 1700 വരെയുള്ള നവീന ശിലായുഗ കാലഘട്ടത്തിലെ കൊത്തുചിത്രങ്ങളും ശിലാലിഖിതങ്ങളും ഇവിടെ കാണാം. വിനോദസഞ്ചാരത്തിനും പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് എടയ്ക്കൽ ഗുഹ. 1894 ഫ്രെഡ് ഫാക്കട്ട് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആദ്യമായി ഈ ഗുഹയെ കണ്ടെത്തുന്നതും ഇതിലെ കൊത്തുപണികളും ചിത്രങ്ങളുമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അയാൾ നായാട്ടിന് വരുമ്പോഴാണ് ഇവിടെ എത്തിപ്പെടുന്നത്. വീണ്ടും പ്രധാന ഗുഹയിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറണം. ഇവിടെ നിന്നും താഴോട്ടിറങ്ങാൻ വേറെ വഴിയാണ്. കൈപ്പിടിയുള്ളതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടില്ല. ഇതൊരു പ്രകൃതിദത്തമായ ഗുഹയാണ്. ഭൂമിശാസ്ത്രപരമായ ഇവിടെ പ്രത്യേകതകളും ശ്രദ്ധേയമാണ്. ഇറങ്ങാനും കയറാനും ഒരു വഴിയാണുള്ളത്. ഗുഹയുടെ മുൻഭാഗത്ത് എത്തിയാൽ കാഴ്ച മനോഹരമാണ്. അമ്പുകുത്തി മലയുടെ മനോഹരമായൊരു വ്യൂ ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. മുകളിലോട്ട് കയറി വരുന്നവർ വളരെ ബുദ്ധിമുട്ടിയാണ് വരുന്നത്. ഇവിടെ ഗുഹയുടെ അകത്തേക്ക് കയറാൻ ഒരു ചെറിയ വാതിലാണ്. പലരും അകത്ത് കയറാതെ ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുന്നു. ഈ ചെറിയ വാതിൽ ഉള്ളതുകൊണ്ട് വന്യമൃഗങ്ങൾ ആക്രമിക്കുകയോ ശത്രുക്കൾ ആക്രമിക്കാൻ വരികയോ ചെയ്താൽ വാതിലടച്ച് അകത്തുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നിരിക്കണം. ഇവിടെ അകത്ത് നല്ല തിരക്കനുഭവപ്പെടുന്നു. കയറുന്നതും ഇറങ്ങുന്നതും ഈ വാതിൽ തന്നെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. വിശാലമായ ഗുഹയാണ്. ഗൈഡുകൾ നിന്ന് ഗുഹയുടെ ചരിത്രവും അവിടെ എഴുതിയിരിക്കുന്ന ലിപികളുടെ അർത്ഥവും വിശദീകരിക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ജനത ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് ഈ ഗുഹ. ഇവിടുത്തെ ലിപികൾ ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. അതിനുള്ള ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചിത്രലിപികളിൽ ചിലതൊക്കെ ചരിത്രകാരന്മാർ പൊതുവിൽ അംഗീകരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. 2 കൈകളും മുകളിലേക്ക് ഉയർത്തിയ മനുഷ്യചിത്രങ്ങൾ ദൈവാരാധന, പ്രകൃതി പൂജ, മഴ, വിളവ് എന്നിവയ്ക്കുള്ള പ്രാർത്ഥന, ആചാരനൃത്തം എന്നിവയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരേ രൂപത്തിലുള്ള മനുഷ്യരൂപങ്ങൾ കൈകോർത്തതുപോലെയോ വരിവരിയായി നിൽക്കുന്നത് പോലെയോ കാണാം. ഇത് മനുഷ്യർ ഒറ്റയ്ക്കല്ല സമൂഹമായി ജീവിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. 2 പാറകൾക്കിടയിൽ മൂന്നാമതൊരു പാറ കൂടി വീണ് അടഞ്ഞാണ് ഈ ഗുഹ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, എത്ര വിചിത്രമാണ്. ഇവിടുത്തെ ശിലാലിഖിതങ്ങളുടെ പൂർണ്ണ രൂപങ്ങൾ ഇന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതലും ചിത്രലിപിയാണുള്ളത്. മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, വേട്ടയാടൽ രംഗങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ
ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ലിപികളും ഉൾപ്പെടുന്നു. കർണാടകയിലെ ബെല്ലാരി ജില്ലയിലെ കുപ്പുഗൽ എന്ന സ്ഥലത്തും ഹംപിക്ക് സമീപമുള്ള അനേഗുണ്ടിയിലും സമാനമായ ഗുഹകളിൽ ഈ ചിത്രലിപികൾ കാണാൻ കഴിയും. BC 6000 മുതൽ BC 1000 വരെയുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യൻ കൃഷിയും സ്ഥിരതാമസവും തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിലെ അവരുടെ ജീവിത രീതികളും സംസ്കാരത്തിൻ്റെ ചിത്രങ്ങളുമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ആധുനിക മനുഷ്യൻ എത്തിപ്പെടാൻ പോലും പ്രയാസമുള്ള ഈ സ്ഥലത്ത് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു കൊടുങ്കാടായിരുന്നിരിക്കണം. മനുഷ്യൻ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തൻ്റെ കൂട്ടരെ സംരക്ഷിക്കാനും ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു എന്നത് സത്യമാണ്. കാലത്തിന് മാറ്റാൻ കഴിയാത്ത വിധത്തിൽ അവർ വരും തലമുറയ്ക്കായി തങ്ങളുടെ പരിമിതമായ അറിവുകൾ കരിങ്കല്ല് പാറകളിൽ കൊത്തിവെച്ച് കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞു. ഇറങ്ങുമ്പോഴും ആദ്യത്തെ ഗുഹയുടെ ഭാഗത്ത് എതിർദിശയിലെ പാറക്കെട്ടിൽ വിടവിലൂടെ വേണം താഴോട്ടിറങ്ങാൻ. ഒരാൾക്ക് കഷ്ടിച്ചു പോകാനുള്ള വിടവ് മാത്രമേയുള്ളൂ. നമ്മളിവിടെ ജീവിച്ചു, നമ്മൾ വേട്ടയാടി, നമ്മൾ കൂട്ടമായി ആഘോഷിച്ചു, നമ്മൾ ദൈവത്തെയും പ്രകൃതിയെയും ഭയന്നു, ആരാധിച്ചു, ജീവിച്ചു. ഇതാണ് ഇവിടുത്തെ ലിപികളുടെ സാരാംശമെന്ന് ചരിത്രകാരന്മാർ പൊതുവിൽ അംഗീകരിക്കുന്നു. ഇടയ്ക്കൽ ഗുഹയിൽ നിന്നും താഴോട്ട് നടക്കുകയാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. പിന്നെ ഞാൻ കയറിയ ആ കുന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. എത്ര മനോഹരമാണ് ആ മല! കാന്തൻപാറ വെള്ളച്ചാട്ടം കാണാനായിട്ടുള്ള വഴിയിലെ തേയിലക്കാടുകൾ. ഞാനെൻ്റെ വാഹനം നിർത്തി. വിസ്മയിപ്പിക്കുന്ന ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മുഴുകി അല്പനേരം നിന്നു. സഞ്ചാരികൾക്ക് അസൂയ ഉളവാക്കുന്ന പ്രകൃതി ശോഭയാണിവിടെ. താരും തളിരും അണിഞ്ഞ് കുന്നുകളും താഴ്വരകളും, ചരിഞ്ഞ ഭൂപ്രദേശവും, ഇടയിൽ സിൽവർ മരങ്ങളും, ഓടിയെത്തുന്ന കുളിർകാറ്റും, നടുവിലൂടെ പായുന്ന വാഹനങ്ങളും. എത്ര സൗന്ദര്യം! ഇതാണ് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി സ്ഥലം. കൽപ്പറ്റയിൽ നിന്നും ഉദ്ദേശം 20 കിലോമീറ്റർ ദൂരം. സുൽത്താൻ ബത്തേരി താലൂക്കിൽ മീനങ്ങാടി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റ് ഫീസ് 30 രൂപയാണ്. കാന്തൻ എന്ന പേരുള്ള ഒരു ആദിവാസി വേട്ടക്കാരൻ ഈ വെള്ളച്ചാട്ടത്തിനരികിലെ പാറക്കെട്ടുകളിൽ ഏകാന്ത ജീവിതം നയിച്ചിരുന്നുവെന്നും അയാൾ കാട്ടുമൃഗങ്ങളിൽ നിന്നും നാട്ടുകാരെ രക്ഷിച്ചുവെന്നും അതുകൊണ്ട് അയാളുടെ ഓർമ്മയ്ക്കായി ഈ സ്ഥലത്തിൻ്റെ പേര് കാന്തൻപാറ വെള്ളച്ചാട്ടം എന്ന് നൽകിയെന്നും പ്രദേശികൾ വിശ്വസിക്കുന്നു. ഇവിടെ ആഴമുള്ളൊരു കുഴിയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. എന്നാലും കാഴ്ച മനോഹരമാണ്. വീണ്ടും താഴോട്ടാണ് വെള്ളച്ചാട്ടമുള്ളത്. വളരെ അപകടം കുറഞ്ഞതും കുടുംബസമേതം ഏത് സമയത്തും വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. നടക്കാനായി സിമൻ്റ് കട്ട വിരിച്ച പാതയുണ്ട്. വയനാടിൻ്റെ ഹൃദയഭാഗത്ത് പ്രകൃതിയെ രമണീയമായ പ്രകൃതിയുടെ വരദാനമായി നിലകൊള്ളുന്ന മനോഹരമായ കാഴ്ചയാണിവിടം. സമീപത്തുള്ള ചെറിയ ഗ്രാമങ്ങളും അവിടുത്തെ തനത് ജീവിതശൈലിയും സഞ്ചാരികളെ ആകർഷിക്കുന്നു. മലകളും പുഴകളും വനങ്ങളും ചേർന്ന ഈ പ്രദേശം ജൈവ വൈവിധ്യത്താലും സമ്പന്നമാണ്. സാഹസിക പ്രേമികൾക്കും ട്രക്കിങ്ങിനും പ്രകൃതി നിരീക്ഷകർക്കും പക്ഷി നിരീക്ഷണത്തിനും പറ്റിയ ഒട്ടേറെ സാധ്യതകൾ ഇവിടെയുണ്ട്. പുഴയിലേക്ക് വീഴാതിരിക്കാൻ താൽക്കാലിക വേലിയാണുള്ളത്. ഇവിടെ എത്തുമ്പോഴുള്ള ഈ കാഴ്ച ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവേകുന്നു. പാറകളിൽ വീണ് ചിന്നിച്ചിതറി ഏകദേശം 30 മീറ്റർ ഉയരത്തിൽ നിന്നും ആണ് ജലം താഴോട്ടൊഴുകുന്നത്. ഈ നദി ഒരു പ്രത്യേക നദിയല്ല. ഇത് കാന്തൻപാറയ്ക്ക് മുകളിലെ കാപ്പിത്തോട്ടങ്ങളിലൂടെ ഒഴുകി വരുന്ന പല അരുവികളുടെ സംഗമമാണ്. ഇത് കബനി നദിയുടെ പോഷക നദിയായി കബനിയിൽ ചേരുന്നു. ഇവിടെ എത്തുന്നവർക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗങ്ങളിൽ സുരക്ഷിതമായി ഇറങ്ങി കുളിക്കാം. എന്നാൽ മഴക്കാലത്ത് പാറകൾ വഴുവഴുപ്പുള്ളതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജാഗ്രത നിർബന്ധമാണ്. ഇവിടെ ജലം പല തട്ടുകളിൽ തെറിച്ച് ആണ് താഴേക്ക് പതിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ ശബ്ദം തന്നെ കേൾക്കാൻ മനോഹരമാണ്. കുട്ടികൾ ധാരാളം ആ വെള്ളത്തിൽ കുളിച്ച് രസിക്കുന്നു. ഏതോ സ്കൂളിൽ നിന്നും വന്നവരാകണം. അവരാർത്തുല്ലസിക്കുകയാണ്. അവരെ നിയന്ത്രിക്കുന്ന ടീച്ചർമാരെയും കാണാം. പ്രകൃതിയെ ആസ്വദിക്കാനെത്തുന്നവർക്ക് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവുമുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും ഈ സ്ഥലത്തിൻ്റെ സ്വാഭാവിക സൗന്ദര്യം കാത്തുസൂക്ഷിക്കാനും വരും തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വയ്ക്കാനും കഴിയണം. മഴയത്തും വേനലിലും വലിയ സാഹസികതയില്ലാതെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് കുടുംബസമേതം തലചായ്ക്കാനുള്ള ഒരിടം കൂടിയാണ് ശാന്തൻപാറ വെള്ളച്ചാട്ടം. വയനാട് വരുമ്പോൾ അടുത്ത യാത്രയിൽ ഇവിടം ഉൾപ്പെടുത്താൻ മറക്കരുത്. മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ശാന്തൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒറിജിനൽ